സിപിഎമ്മായി ഇടഞ്ഞു നിൽക്കുന്ന പി.കെ. ശശി KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രാജിയെന്നാണ് സൂചന. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നും ഇപ്പോഴും CPM അംഗം തന്നെയാണെന്നും ശശി പറഞ്ഞു. രാജിക്കായി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായി സംസാരിച്ചിട്ടില്ല എന്നും പി.കെ. ശശി പറഞ്ഞു. KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസ്സാലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഒഫീഷ്യലായിട്ട് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല, ആരുടെയും നിർദ്ദേശമില്ല, ഒരു കമ്മിറ്റിയുടെയും ഒരു നിർദ്ദേശം എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ സ്വമനസ്സാലെടുത്ത തീരുമാനമാണ്. അതിൻ്റെ കാരണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതും UDF-ആയിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സണ്ണി ജോസഫ് ഞാനുമായിട്ട് എന്ത് ബന്ധമാണ്? ഏത് താങ്കൾ സണ്ണി ജോസഫുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അതായത് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ സെക്കൻഡ് വരെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ഒരക്ഷരം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരു UDF നേതാക്കളുമായിട്ടും ഞാൻ എൻ്റെ ചേരിമാറ്റം സംബന്ധിച്ച് ഒരു കാര്യം സംസാരിച്ചതായി നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനങ്ങ് ചെയ്യാം. സെയ്ഫ് സൈനുലാബ്ദീൻ ചേർന്നുണ്ട് വിശകലനവുമായി. സെയ്ഫ്, നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തൽ ഉൾപ്പെടെ നേരിടേണ്ടി വന്ന നേതാവാണ്. പല വിഷയങ്ങളിലടക്കം പാർട്ടിയുമായി കോർത്തിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പറയാൻ കഴിയുമോ? എങ്ങനെ വിലയിരുത്തണം? ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പാണ്. ചില പരാതികൾ പാർട്ടി നേതൃത്വത്തിന് കിട്ടുകയും ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തരംതാഴ്ത്തുകയും ചെയ്ത ഘട്ടത്തിൽ അന്നും KTDCയുടെ ചെയർമാനാണ് P.K. ശശി. അന്ന് പലതവണ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനോട് P.K. ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, അല്ലാതെ ചില നടപടികൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. P.K. ശശിക്ക് രാജിവെക്കണം എന്നുണ്ടെങ്കിൽ അന്ന് രാജിവെക്കാമായിരുന്നു. കാരണം പല കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നു. പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടയാൾ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നു എന്ന പരാതികൾ ഉയർന്നു വരുന്നു. പാലക്കാട് ജില്ലാ നേതൃത്വം തന്നെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് P.K. ശശി മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ പലതരത്തിൽ പല വിവാദങ്ങൾ പല സമയങ്ങളിൽ ഉയർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അന്ന് ഇതിനെല്ലാം നേരിട്ട് P.K. ശശി രാജിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഒരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുക തന്നെയാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വരും, KTDC ചെയർമാന്റെ റൂമിലെത്തും, അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് വിദേശയാത്ര അടക്കം അദ്ദേഹം നടത്തുകയും ചെയ്തു. രാജിവെക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കാനുള്ള സമയം, ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം അത് തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഇരിക്കെ P.K. ശശി രാജിവെച്ചതിൽ രാഷ്ട്രീയമില്ല എന്ന് രാഷ്ട്രീയം നോക്കിക്കാണുന്ന, രാഷ്ട്രീയം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം വിമത പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു, പാർട്ടിയിൽ നിന്ന് വിട്ടു ഒറ്റപ്പാലത്തോ അതുപോലെ തന്നെ ഷൊർണൂരോ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അതിനെ ആക്കം കൂട്ടുന്ന തരത്തിലാണ്, അദ്ദേഹം രാജിവെക്കൂ എന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മസ്കറ്റ് ഹോട്ടലിൽ വന്ന് രാജി മെയിലായിട്ട് ടൂറിസം മന്ത്രി അടക്കമുള്ളവർക്ക് അയച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ഒരു UDF നേതാക്കളും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട്. P.K. ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ CPM നേതൃത്വത്തിന്റെ ഒരു സമയത്ത് ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവായിരുന്നു. അത് P.K. ശശി കഴിഞ്ഞ മറ്റ് നേതാക്കളുള്ളൂ എന്ന തരത്തിൽ. AK ബാലൻ പോലും അതിനുശേഷമേ ഉള്ളൂ. AK ബാലൻ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ പാലക്കാട് ജില്ലയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവായിരുന്നു P.K. ശശി. അങ്ങനെ ഇരിക്കുകയാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ പാർട്ടി നേതൃത്വത്തിന് കിട്ടുകയും പാർട്ടി കമ്മീഷൻ അത് പരിശോധിക്കുകയും പിന്നീട്
അച്ചടക്ക നടപടിയിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവുമായി ബന്ധപ്പെട്ട് സുരേഷ് ബാബുവിനെതിരെ ചില നീക്കങ്ങൾ പി കെ ശശി നടത്തിയെന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പി കെ ശശി പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ചുരുങ്ങുകയും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ ഇരിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നു, പാർട്ടി വിടും എന്ന സൂചനകൾ ലഭിച്ച ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം തന്നെ മുൻകൈയെടുത്ത് ചില സംസാരങ്ങൾ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. അന്ന് ചില ആവശ്യങ്ങൾ പി കെ ശശി മുന്നോട്ട് വെച്ചു, ചില നിബന്ധനകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. തന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന തരത്തിലാണ് ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചത്. അതിന് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി CPM സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. അങ്ങനെ ഒരു വിലപേശലിലൂടെ പി കെ ശശിയെ അങ്ങനെ പിടിച്ചു നിർത്തേണ്ടതില്ല എന്ന പൊതുധാരണയിലേക്ക് CPM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം എത്തിച്ചേർന്നു. അങ്ങനെയാണ് അദ്ദേഹത്തോട് കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകാതിരുന്നത്. ഇതൊരു CPM നേതൃത്വത്തെ ഭയപ്പെടുത്താൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പല ഘട്ടങ്ങളിൽ പല ആൾക്കാർ, ഒരു നേതാവിനോട് നമ്മൾ കുറച്ചു മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പല ഘട്ടങ്ങളിൽ പല നേതാക്കൾ വിട്ടുപോയിട്ടുണ്ട്. MP രാഘവൻ ഈ പാർട്ടി വിട്ടുപോയ ആളാണ്. അതും MP രാഘവൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് തിളയ്ക്കുന്ന യൗവനമായിരുന്ന സമയത്താണ് അദ്ദേഹം പാർട്ടി വിട്ട് പോകുന്നത്. KR ഗൗരിയമ്മ ഈ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ പല നേതാക്കന്മാരും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടി അങ്ങനെ വിറപ്പിക്കാൻ കഴിയില്ല എന്നൊരു നേതാവ് പറയുകയുണ്ടായി. ഇനി ഒരു സമ്മർദ്ദതന്ത്രം എന്ന നിലയിലാണോ അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്ന സംശയവും ചില നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ചർച്ചകൾ, കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഇപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ അനുമാനിക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് അത് വെറുതെ വീട്ടിയിരിക്കാനാകാനുള്ള സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രമല്ലാത്ത മറ്റേതെങ്കിലും ഒരു ചിഹ്നത്തിൽ, കൈപ്പത്തിയിൽ എന്തായാലും മത്സരിക്കാൻ സാധ്യതയില്ല, മറ്റേതെങ്കിലും ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ പി കെ ശശിയുടെ പോസ്റ്റർ ഷൊർണൂരോ ഒറ്റപ്പാലത്തോ കണ്ടാൽ അതിനകത്ത് അത്ഭുതപ്പെടാനുമില്ല. ജീന, യെസ്, അതാണ്. ഇനി പി കെ ശശിയുടെ ഒരു സമ്മർദ്ദതന്ത്രം മാത്രമാണോ എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സെയ്ഫു പറഞ്ഞതുപോലെ തന്നെ നേരത്തെ അച്ചടക്ക നടപടി അടക്കം നേരിട്ട ഒരു നേതാവ് ആ ഘട്ടത്തിൽ എടുക്കാത്ത ഒരു തീരുമാനം ഇപ്പോഴെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും.